നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന് രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. രാഷ്ട്രീയ ഭേദമന്യേയാണ് അനന്തു കൃഷ്ണൻ നേതാക്കളെ തന്റെ തട്ടിപ്പിൽ ഉൾപ്പെടുത്തിയത്. BJP നേതാവ് AN രാധാകൃഷ്ണനുമായും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റുമായും അനന്തുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അനന്തു കോർഡിനേറ്ററായ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ നാഷണൽ NGO കോൺഫെഡറേഷനുമായി AN രാധാകൃഷ്ണൻ സഹകരിച്ചിരുന്നു. AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സന്നദ്ധ സംഘടന കോൺഫെഡറേഷനുമായി സഹകരിച്ച് പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാൻ കഴിയുമെന്നായിരുന്നു വാഗ്ദാനം. തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനാണ് സന്നദ്ധ കൂട്ടായ്മ രൂപീകരിച്ച് പദ്ധതിയുമായി രംഗത്തെത്തിയിരുന്നത്. സംസ്ഥാനത്തെമ്പാടും 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ചിലർക്ക് ഇവ ലഭിച്ചിരുന്നു. തുടർന്ന് ഈ വിശ്വാസം പ്രയോജനപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. അതേസമയം സംസ്ഥാനത്താകെ 350 കോടി രൂപയുടെ തട്ടിപ്പ് അനന്തു കൃഷ്ണൻ നടത്തിയെന്നാണ് കേസ്. സംസ്ഥാനമാകെ വ്യാപിച്ചു കിടക്കുന്ന കേസായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. ജില്ലയിലെമ്പാടും ആയിരക്കണക്കിന് പേരാണ് തട്ടിപ്പിനിരയായത്. കൃത്യമായ കണക്ക് പോലീസിന്റെ പക്കലുമില്ല. പണം നഷ്ടമായവരിൽ ഏറെയും സ്ത്രീകളും കർഷകരും സാധാരണക്കാരുമാണ്. അനന്തു കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ തട്ടിപ്പിനിരയായെന്ന പരാതിയുമായി 1200ഓളം സ്ത്രീകളും രംഗത്തെത്തിയിരുന്നു. വിമൺ ഓഫ് വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത്. വാഹനത്തിന്റെ പകുതി തുകയടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കമുള്ള CSR ഫണ്ടായും ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണമടച്ച് 45 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു. അനന്തു കൃഷ്ണന്റെ വാക്കുകൾ വിശ്വസിച്ച സ്ത്രീകൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചു നൽകിയത്. 2 വീലറിന് പുറമെ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവയും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു. ഇവയുടെ വിതരണോദ്ഘാടനത്തിന് പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചിരുന്നു. ഇതിലൂടെ ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. പണം നൽകി 45 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനങ്ങൾ ലഭിക്കാതെ വന്നതോടെ പലരും ഇയാളെ നേരിട്ട് സമീപിച്ച് കാര്യങ്ങൾ തിരക്കി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാഹനം ലഭ്യമാകുമെന്നായിരുന്നു ഇയാൾ നൽകിയ മറുപടി. 2ഉം 3ഉം തവണ അന്വേഷിച്ചിട്ടും വാഹനങ്ങൾ ലഭിക്കാതെ വന്നതോടെ പലരും പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു.